ഇഷ്ടപ്പെട്ടു മോഹൻലാലിനെ. മോഹൻലാലും ആ പെണ്ണും എല്ലാവരും ചിരിക്കും, എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും കാണും, ഇനിയും കാണും പടം. മോഹൻലാലിന്റെയും സിദ്ദിഖിന്റെയും അവളുടെ മോളും നല്ല അഭിനയാണ്. എല്ലാവരും നല്ല അഭിനയാണ്. പടം അടിപൊളി. ഇനിയും കാണും. രണ്ടാമതായിട്ട് ഇനിയും കാണണം. ഇല്ല, പടം കാണാനാണ്. അപ്പൊ പടം പോകാൻ വലിയ സാധ്യതയുണ്ട്. ദൃശ്യം 2 എങ്ങനെയാണ് റീമേക്ക് ആയത്, അതുപോലെ റീമേക്ക് ആകാനുള്ള വലിയ സാധ്യതയാണ്. ഈ ലാലേട്ടന്റെ ഒരു പ്രകടനം പഴയകാല ഒരു മീൻസ് നമ്മുടെ ഒരു മാസ് അല്ലാത്ത ഒരു റിയൽ ആക്ടിങ് വേണ്ടിയ ലാലേട്ടൻ, നമുക്ക് ഇഷ്ടമുള്ള ലാലേട്ടൻ അതുപോലെ തോന്നി. ഒരു കോപ്രായ ഒരു ഗിമ്മിക്കും ഇല്ലാത്ത ലാലേട്ടൻ. ഭയങ്കരമായിട്ട് ഓണസ്റ്റി, അടിപൊളിയായിരുന്നു. എല്ലാരും കാണണം. ഇൻഡസ്ട്രി ഹിറ്റാണ്, ഇൻഡസ്ട്രി ഹിറ്റാണ്. മനസ്സിലറിഞ്ഞോ? ആ ജിത്തു ജോസഫിന്റെ കയ്യിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചോ അതെല്ലാം കിട്ടി, എല്ലാം കിട്ടി. ഈ വർഷത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്. ഇതിലേക്ക് തന്നെയാണ് ഈ സിനിമ പോയത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എനിക്ക് പറയാം. പക്ഷെ ഞാൻ പറയുന്ന ഇപ്പോഴും അതിജീവിതമാർക്ക് നീതി ലഭിക്കണം. ആ നീതിക്കുള്ള പോരാട്ടം ഇപ്പോഴും പല കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിജീവിതമാർക്ക് നീതി ലഭിക്കും. അതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അസാന്യമായിട്ട് ഫേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കഥ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു. ആ കഥ ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ആ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലാലേട്ടൻ പറയുന്നത് ചൂണ്ടയിട്ട് നോക്കിയതാണ് എന്നാണ് എനിക്ക് ആ കഥയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് വെച്ചതെന്ന് എനിക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യം. ഗംഭീര സിനിമ, ഒന്നും പറയാൻ. ഇത് ലാലേട്ടന്റെ നല്ലൊരു കമ്പാക്ക് ആണോ? ഗംഭീര കമ്പാക്ക്. എവിടെ പോയാൽ ലാലേട്ടൻ, ലാലേട്ടൻ ഇവിടെ ഇല്ലേ? ലാലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഗംഭീര സിനിമ, ഗംഭീര സിനിമ. എപ്പോഴും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ് വളരെ നല്ലതായിട്ട് അത് ബ്രീഫ് ചെയ്യുന്നത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് സാറിന്റെ ഒരു മെമ്പർഷിപ്പ് തന്നെയാണ് പറഞ്ഞത്. കണ്ട ഒരു പ്രേക്ഷകർക്കും നിങ്ങളോടൊരു അടുപ്പം തോന്നില്ല, അത് തന്നെയാണ് നിങ്ങളുടെ വിജയം തോന്നുന്നുണ്ടാണ്. അല്ല, അങ്ങനെ ആവണം. എന്നാലും സിനിമയുടെ ഒരു ഏരിയ അതാണല്ലോ ഈ കഥാപാത്രം. മൈക്കോ എനിക്കറിയില്ല ഇനിയിപ്പോ ആൾക്കാരെങ്ങനെ അത് എടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ. ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. നിങ്ങളല്ലേ പറയണ്ടേ? നമ്മള് ഇറങ്ങുന്നു. അപ്പം ഇത്രയും നല്ലൊരു സിനിമയിൽ ആനന്ദിന്റെ ഒപ്പം അതേപോലെ ജിത്തു ജോസഫ് സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. ലാലേട്ടൻ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളെല്ലാരും കണ്ടില്ലേ അവസാനത്തെ ആ കോർട്ട് റൂം രംഗമെല്ലാം തന്നെ ശരിക്കും ലാലേട്ടന്റെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അവസാനം സ്പോയിലർ അല്ല, പക്ഷെ പ്രിയാമണി ചെയ്ത ക്യാരക്ടർ ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും, എല്ലാ ആരാധകരും ലാലേട്ടൻ നോക്കി പറയുന്ന ഒരു കാര്യമാണ്. വി ആർ ഹാപ്പി ദാറ്റ് ഹീസ് ബാക്ക്. കണ്ടേഷൻ ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് ശരിക്കും നിങ്ങളാണ് ഈ പടം ഞങ്ങളുടെ ഒപ്പം കണ്ടിരുന്നത്. നിങ്ങളുടെ കണ്ണെന്ന് അറിഞ്ഞു സോ വാച്ച് ഓൺ തിയേറ്റർ. ഓക്കെ, ലാലേട്ടന്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് തന്നെയാണ്. അത് എന്താ പറയാ, നേരത്തെ നമുക്ക് ആ കണ്ണൊക്കെ ഞാൻ അറിഞ്ഞുപോയി ആ പുള്ളിയായിട്ട്. അപ്പൊ എന്തായാലും ഭയങ്കര ഇമോഷണലി പുള്ളി എന്താ പറയാ, ലാസ്റ്റ് ആ ഒരു ഫേസിന്റെ ഇവിടെ ആ കുട്ടിയെ കൈ ഓടിക്കുമ്പോൾ ആരുടെ കണ്ണ് പറയുന്ന സീനുണ്ട്, കണ്ണൊക്കെ അറിയണ സീനാണ്. ആ ശരിക്കും ഫീലായി പോയായിരുന്നു. സോ എല്ലാവരും വാച്ച് ചെയ്യണം. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ.